നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ചാവക്കാട് ബ്ലോക്ക് താലൂക്കുകളിലായി ഏകദേശം 16 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള പഞ്ചായത്താണ് പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത്. 20 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് കേവല ഭൂരിപക്ഷം കടന്ന് അധികാരത്തിലെത്താൻ കഴിഞ്ഞ പഞ്ചായത്ത് എന്ന പ്രത്യേകതയും ഇപ്പോൾ പുന്നിയൂരിന് സ്വന്തമാണ്. എന്തായാലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളുമൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ചർച്ചയിലേക്ക്. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രതിനിധി കൂടിയായ TV സുരേന്ദ്രൻ, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രതിനിധി കൂടിയായ MV ഹൈദരാലി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു ഭരണ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? സ്വയമേ നോക്കുമ്പോൾ എത്രത്തോളം വികസനങ്ങൾ എത്തി? പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു 25 കൊല്ലത്തെ ചരിത്രമെടുത്താൽ 5 കൊല്ലം പൂർത്തീകരിച്ച് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്ന ആദ്യത്തെ ഭരണസമിതിയാണ് ഈ ഭരണസമിതി. സ്വാഭാവികമായും ആ ഒരു നേതൃത്വപരമായ ഇടപെടൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുജനങ്ങൾക്ക് മുൻപാകെ വെച്ച പ്രകടന പത്രികയിൽ ആ പ്രകടന പത്രികയിലെ ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ പുന്നയൂരിൻ്റെ ചരിത്രത്തിൽ അതിവിപുലമായ വികസന പ്രക്രിയകളാണ് ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലം പുന്നയൂരിൽ നടന്നത്. ഓരോന്നായി നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. അതിൽ പുന്നയൂരിലെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് സമ്പൂർണമായ പരിഹാരമാവുകയാണ്. 1-2 പദ്ധതികൾ 2-3 പദ്ധതികൾ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി കിഴക്കൻ പ്രദേശത്തെ നല്ല ശതമാനം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും. വികസന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഊന്നി പ്രവർത്തിച്ചത് ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള ഭവനരഹിതർ 503 പേരാണ് ലിസ്റ്റിലുള്ളത്. അവരിൽ പകുതിയിലധികം വരുന്ന ആളുകൾക്ക് ഇതിനകം ഭവനം നൽകി കഴിഞ്ഞു. മഹാഭൂരിപക്ഷവും പൂർത്തീകരിക്കപ്പെട്ടു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 6.5 കോടി രൂപയാണ് ഒരു വർഷത്തെ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഭൂമിയുള്ള മുഴുവൻ ഭവനരഹിതർക്കും ഭവനം നൽകുന്ന പദ്ധതി പൂർത്തീകരിക്കപ്പെടും. അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മാക്സിമം ആളുകളെ കൊണ്ട് ഈ മാർച്ച് 31 മുമ്പ് തന്നെ എഗ്രിമെൻ്റ് വെപ്പിച്ച് ഏപ്രിൽ 1 മുതൽ നിർമ്മാണം ആരംഭിക്കുന്ന നിലയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയും സമഗ്രമായ ഒരു വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചാണ് ഈ ഭരണസമിതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പ്രസിഡന്റ് സമഗ്ര മേഖലയിലേക്കും എത്തി നോക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി മുൻതൂക്കം, അതായത് സീറ്റുകൾ എണ്ണം കൂട്ടി തന്നെ കിട്ടി CPMൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് പുന്നിയൂരെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ ആണ് കൂടുതലായും പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ UDF അംഗവും പഞ്ചായത്ത് അംഗവുമായ ഹൈദരാലി, എങ്ങനെയാണ് നിലവിൽ പ്രസിഡന്റ് പറഞ്ഞ അവസ്ഥയിലൊക്കെ തന്നെയാണോ? സമഗ്ര മേഖലയിലും മുന്നേറ്റമാണോ പഞ്ചായത്തിനെ സംബന്ധിച്ച്? പ്രസിഡന്റിൻ്റെ വാക്കിലും ഒക്കെ പുന്നിയൂർ വളരെയധികം വികസിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ടെങ്കിലും കാര്യമായ വികസനം UDFിൻ്റെ കാലത്ത് നടന്ന പോലെ നടന്നിട്ടില്ല. കാരണം പ്രസിഡന്റ് ഇപ്പോൾ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. 40 വർഷം UDF ഭരിച്ച ഈ പഞ്ചായത്തിൽ ഇത്രയും വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്നത് UDFാണ്. ആ UDF എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നടക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലുള്ള ആസ്പത്രി മുതൽ വളയന്തോട് പാലം വരെ UDF കാലഘട്ടത്തിൽ പണിതതാണ്. പിന്നെ ഇപ്പോൾ സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആദ്യത്തെ വർഷം പറഞ്ഞത് പഞ്ചായത്തിൻ്റെ നേരെ മുമ്പിലുള്ള സ്ഥലം വാങ്ങി
കോടികൾ അതിന് വിലയിരുത്തി മാറ്റിവെച്ച് ഏറ്റവും ആധുനിക രീതിയിലുള്ള ബിൽഡിംഗ് പണിത് പഞ്ചായത്ത് അങ്ങോട്ട് മാറ്റും, നടന്നില്ല. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങളൊക്കെ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് ആയാലും ശരി പഞ്ചായത്തായാലും ശരി ചെയ്തു വെച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അല്പം പിന്നോട്ട് പോകാനുണ്ടായിട്ടുള്ള കാരണം 18 സെക്രട്ടറിമാരെയാണ് മാറ്റിയത്. അവർക്ക് ചാർജ് കൊടുത്തിട്ട് മൊത്തം 28 സെക്രട്ടറിമാർ, അതായത് നന്നായി ഇവിടെ ജോലി ചെയ്യുന്ന സെക്രട്ടറിമാരുണ്ടെങ്കിൽ, കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, അപ്പോൾ ഞങ്ങൾക്ക് എന്തു ചെയ്യാലോ. 18 സെക്രട്ടറിമാരെയാണ് 3 മാസം 2 മാസം മാത്രം പ്രവർത്തനമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സമയമില്ല അവരെ ഇവിടെ മാറ്റിയത്. കാരണം എന്താ, നമ്മുടെ UDFൻ്റെ ഭരണം ഇതിനാലെ അവസാനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അതൊക്കെ ചെയ്തത്. പക്ഷേ ഒരുവിധം പഞ്ചായത്തിൻ്റെ നാനാഭാഗത്തും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. കഴിഞ്ഞ 4 വർഷം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊറോണയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമായി നമ്മൾ ദുരിതം അനുഭവിച്ച കാലഘട്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ നടത്തി തൃശ്ശൂർ ജില്ലയിൽ പുഞ്ചൂർ പഞ്ചായത്താണ്. കൃഷി ഏറ്റവും നല്ല രീതിയിൽ കൃഷി യോഗ്യമാക്കിയതിന് അവാർഡ് ആ കാലത്ത് കിട്ടിയത് പുന്നൂർ പഞ്ചായത്തിനാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തു വെച്ച് അതിന് കണ്ടിന്യൂ പുതുതായിട്ട് എടുത്ത 19 ലക്ഷം രൂപ മാറ്റി വെച്ച് ഒരു എത്ര സംഖ്യ ചിലവാക്കിയെന്ന് അറിയില്ല. കുടിവെള്ളത്തിന് പ്രായോഗികമായില്ല. അവിടെ പുളിവെള്ളം മാത്രമല്ല, കിണർ താഴ്ത്താൻ പറ്റാതെ ആ കിണർ അങ്ങനെ കിടക്കുക. അതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നീലങ്കടവ് റോഡ് 1,62,00,000 രൂപയാണ് അതിന് ചിലവഴിച്ചിട്ടുള്ളത്. PWDയുടെ റോഡ് കോട്ടപ്പടി മുതൽ നമ്മുടെ മലപ്പുറം ജില്ല വരെ 13 ലക്ഷമാണ് റീടാറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയുടെ ഡിഫറൻ്റ് അവിടെ വന്നു നോക്കണം. അതുപോലെ UDF ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് അതിൻ്റെ മേലെ അതാത് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ MLA LDFൻ്റെ MLA ആണ്. 10 ലക്ഷം രൂപയാണ് KV അബ്ദുൽ ഖാദർ ഈ ആസ്പത്രിക്ക് വേണ്ടിയിട്ട് തന്നത്. വേറെ ഒരു പൈസയില്ല. ഇപ്പോൾ അവർ ഗവൺമെൻറ് എന്നുള്ളവർക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കണം. അതുപോലെ വരുന്നു. അതിന് ആസ്പത്രിയുടെ ഒരു ബിൽഡിങ് വരുന്നുണ്ട്. ആസ്പത്രിയുടെ അവിടെ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്പത്രി കെട്ടിടം പൊളിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ സ്ഥലം ഇതേപോലത്തെ സ്ഥലങ്ങളുള്ള വാടാനപ്പള്ളി പഞ്ചായത്താണ് അത് കൈകാര്യം ചെയ്തിട്ട് അവർക്ക് പൈസ കിട്ടി. കോടിക്കണക്കിന് രൂപ പൊന്നൂർ പഞ്ചായത്തിന് നഷ്ടപ്പെടുത്തി. പിന്നെ ക്രിമിറ്റോറിയം എന്ന് പറഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥലം വാങ്ങി. അന്ന് ഇന്നത്തെ പോലെ രജിസ്ട്രേഷനൊന്നുമില്ല. അന്ന് സറണ്ടർ വെച്ചിട്ട് ആ സറണ്ടർ തന്ന് അതിൻ്റെ ആധാരങ്ങൾ കാണാതായി. അതൊരു വിധം അതെല്ലാം ശരിയായി. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മളെ ഈ മറ്റേ തഹസിൽദാരെ ഈ നഞ്ച മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പിലാവാൻ തടസ്സങ്ങൾ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളതിൻ്റെ ശബ്ദരേഖയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിന് അന്നും ഇന്നും UDF അത് അവിടെ പ്രാബല്യത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിച്ചവർ ഞങ്ങളാണ്. അത് അവിടെ വരൽ ആവശ്യമാണ്. പൊന്നൂർ പഞ്ചായത്തിലൊരു ശ്മശാനം ആവശ്യമാണ്. ഇവിടെ ശ്മശാനം വരില്ല, പഞ്ചവട്ടിയിൽ ആണ് ശ്മശാനം വരുള്ളൂ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആദ്യം തന്നെ അതിനുള്ള ഏർപ്പാടൊക്കെ നല്ല സംസാരങ്ങളൊക്കെ ഉണ്ടായി. ഒന്നും നടന്നില്ല. അത്യാധുനിക രീതിയിൽ ശ്മശാനം ഇവിടെ പണിയെന്ന് പറഞ്ഞ് അവിടെ പണിയാൻ സാധിച്ചില്ല. ഇവിടെ നമ്മളെ 40 വർഷമായിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ തടസ്സങ്ങൾ നീക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ദ്രുതഗതിയിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി കൂടി ഞങ്ങളെല്ലാവരും ഏകകണ്ഠമായിട്ടാണ് ആ വിഷയത്തിൽ. കാരണം എന്താ വെച്ചാൽ അതിവിടെ വരൽ ആവശ്യമാണ്. ഉദ്ഘാടനം വന്നപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മാറിയിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളതാണ്. അന്ന് 18 ലക്ഷം രൂപ ഹോസ്പിറ്റലിന് കൊടുത്ത് അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്താണ് അവിടെ വന്ന് വർക്ക് ചെയ്യുന്നവരെ ആക്രമിക്കാനൊക്കെ വന്നതിന് ശേഷം അടിസ്ഥാനത്തിൽ അത് ഡിലേ വന്നത്. പിന്നെ അതിൻ്റെ നഞ്ച മാറ്റാൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് നഞ്ചർ പ്രശ്നമില്ല. ഇപ്പോൾ വന്നപ്പോൾ നഞ്ച മാറ്റാൻ ഇപ്പോഴാണ് അതിന് വേണ്ടി പ്രവർത്തിച്ച് ആ നഞ്ച മാറ്റി പേപ്പറുകളൊക്കെ വെച്ചിട്ട് ചെയ്തത്. അതാത് കാലത്തെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമല്ലേ അത് നടത്തൽ.
ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു പറയത്തക്ക വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ മേലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ സപ്പോർട്ടാണ്. ഈ വികസന കാര്യത്തിൽ UDF ഒരു നിലക്കും ഒരു കാര്യത്തിലും എതിരെ ഒരു കാലത്ത് നിന്നിട്ടുമില്ല. നമ്മളെ കാലത്തുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഓരോന്നിനും പാര വെക്കാൻ, ഓരോരോ തടസ്സങ്ങളുണ്ടാക്കാൻ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആൾക്കാർ ആരാണെന്നും അതിന് വേണ്ടി മറ്റേ വോയിസുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വേണ്ടി വന്നാൽ ഞങ്ങൾ രംഗത്ത് കൊണ്ടുവരും. പ്രസിഡന്റ്, ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ UDF കൊണ്ടുവന്ന വികസനങ്ങളുടെ തുടർച്ച മാത്രമാണ് നടന്നത്. പ്രത്യേകമായ പദ്ധതികളോ അത്തരത്തിലുള്ള ആസൂത്രണങ്ങളോ മറ്റ് വികസനങ്ങളോ ഒന്നും തന്നെ ഈ കാലയളവിൽ എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലാദ്യം അദ്ദേഹം പറഞ്ഞത് ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പഞ്ചായത്തിന് പണം നഷ്ടമാക്കിയെന്നാണ്. അതിൻ്റെ ഉത്തരവാദികൾ അദ്ദേഹം ഉൾപ്പെടുന്ന UDF ആണ്. ഇത് 78-ലാണ്, 80-ന് മുമ്പാണ് ഈ ആശുപത്രിക്ക് വേണ്ടി ഭൂമി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, പഴയ കാലത്ത് ഭൂമി എടുക്കുക എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യലാണ്, ചൂണ്ടിക്കാണിക്കലാണ്, രേഖ ഉണ്ടാവില്ല. ദേശീയപാതയിൽ നിന്ന് നമുക്ക് പണം ലഭിക്കണമെങ്കിൽ പക്ക ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്റ് ഇല്ല, എന്നുവെച്ചാൽ സറണ്ടറാണ്, സറണ്ടറും ഡോക്യുമെൻ്റ് അല്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് പണം ലഭിക്കാതെ പോയത്. ആ പണം നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ ഭൂമി ഏറ്റെടുത്ത കാലത്ത് ആരാണോ പ്രവർത്തിച്ചത് അവരാണ്. രണ്ടാമത്തത്, കെട്ടിടങ്ങൾക്ക് നമുക്ക് പണം ലഭിച്ചില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമം അനുസരിച്ച് നമുക്ക് ആ കെട്ടിടങ്ങൾക്ക് പണം ലഭിക്കില്ല. ഇത് സാമാന്യമായി ആർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ്. തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ മാത്രമാണ് തദ്ദേശ ഭരണത്തിൻ്റെ പണം ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് ലഭിക്കുക. പ്ലാൻ ഫണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പണം ലഭിക്കാതെ പോയത്. എന്നാൽ പകരം സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 1,14,00,000 രൂപ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ 76 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എടുത്തതിന് പകരം സർക്കാർ നമുക്ക് പണം നൽകുന്നുണ്ട്. അത് വാങ്ങിയെടുക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1-ാം വാർഡിൽ ഒരു കുടിവെള്ളം നടപ്പാക്കി. അത് സമഗ്രമായി വെള്ളം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലമായി പുന്നയൂർ UDF ആണ് ഈ കാലം അത്രയും ഭരിച്ചത്. UDFന് മാത്രം വോട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ആ കുടിവെള്ള പ്രശ്നമുള്ളത്. അത് ഞങ്ങൾ വളരെ സമർത്ഥമായി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം വാർഡിലെ കുടിവെള്ള പ്രശ്നം അടുത്ത ആഴ്ച അത് പമ്പ് ചെയ്യും. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നിപ്പോൾ അതിൻ്റെ കണക്ഷനും കൊടുക്കുന്ന നടപടിയും പൂർത്തിയായി. 2-ാം വാർഡിലെ പ്രശ്നം പരിഹരിക്കും. 4-ാം വാർഡിൽ ഓൾറെഡി 100 കുടുംബങ്ങൾക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ് 2 കൊല്ലമായിട്ട്. അത് ഈ ഭരണസമിതിയുടെ വളരെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. 5-ൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഗൗരവപ്പെട്ടതില്ല. 6-ൽ നമുക്ക് സ്ഥലം ലഭ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് നടപ്പാക്കാനായിട്ടില്ല. 7-ൽ കുടിവെള്ള പദ്ധതി അടിക്കാൻ പോകും. ഗുണഭോക്താക്കളുടെ മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച ചേരുകയാണ്. കഴിഞ്ഞാൽ 7-ാം വാർഡിലെ എത്രയോ കാലമായി ഒരുപക്ഷേ ബഹുമാന്യനായ RP മൊയ്തുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പുന്നയൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എക്കാലവും പിന്തുണ കൊടുത്തിരുന്ന ഒരു പ്രദേശത്ത് അടിസ്ഥാന പ്രശ്നം കുടിവെള്ളമാണ്. പരിഹരിക്കാനായില്ല. ഞങ്ങളത് പരിഹരിക്കുകയാണ്. മാർച്ച് അവസാനത്തിൽ അത് കുടിവെള്ളം നൽകും. നടപടികളെല്ലാം പൂർത്തിയായി. അതിന് ബെനിഫിഷ്യറി കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടി മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുന്നതിനുള്ള നടപടി ആരംഭിക്കും. അതിനുള്ള എല്ലാ നടപടിയും പൂർത്തിയായി. 8-ൽ ഈ ഭരണസമിതി പ്രത്യേക പരിപാടിയൊന്നും എടുത്തിട്ടില്ല. 9-ൽ ഇപ്പോൾ ഈ പാനലിൽ പങ്കെടുക്കുന്ന ശ്രീ MV ഹൈദരലി സാഹിബിൻ്റെ വാർഡാണ്. എക്കാലവും UDFനെ പിന്തുണക്കുന്ന വാർഡാണ്. അവിടെ ഞങ്ങൾ 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ഏപ്രിൽ അവസാനത്തിൽ നമുക്കത് അടിക്കാൻ വേണ്ടി കഴിയും. നടപടികളെല്ലാം പൂർത്തിയായി. ഇലക്ട്രിഫിക്കേഷൻ്റെ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, പൂർത്തിയായി. 10-ൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമില്ല. 11-ഉം 14-ലും തീരദേശ അറബിക്കടലിൻ്റെ പ്രദേശമാണ്. അവിടെ 2 വർഷത്തിലധികമായി 260 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി നടപ്പാക്കിയ പദ്ധതിയാണ്. നടപ്പാക്കിയതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 3-ാം വാർഡിൽ മാത്രമാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കിണർ കുഴിച്ചു. കിണർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഭൂജല വകുപ്പിൻ്റെ അതോറിറ്റി സർട്ടിഫൈ ചെയ്യുന്ന സ്ഥലത്താണ് കിണർ കുഴിക്കുക. അവിടെ കിണർ കുഴിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് വെള്ളം ലഭിച്ചില്ല. സ്വാഭാവികമായിട്ട് അത് ഇപ്പോൾ
നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുകയാണ്. ആ ഒരു പദ്ധതി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എടുത്തതിൽ ഈ ചെറിയ കാലം കൊണ്ടാണ്. 1962 മുതൽ 2020 വരെ പുന്നയൂർ ഭരിച്ചത് UDF ആണ്. അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ 4 കൊല്ലം കൊണ്ട് എത്ര പദ്ധതിയാണ് എടുത്തത്. അത് ചരിത്ര നേട്ടം തന്നെയാണ്, സംശയത്തിന് അതീതമാണ്. പിന്നെ പറഞ്ഞു ശ്മശാനാണ്. 2015 മുമ്പ്, 15 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി നഫീസക്കുട്ടി വലിയകത്ത് ശിലാസ്ഥാപനം നടത്തിയതാണ്. ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് അനുമതി വാങ്ങിയിരുന്നില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെയോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയോ ഇതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി വേണം. ആ ഭൂമി നഞ്ചയായിരുന്നു, മാറ്റണം. ഈ 3 പ്രധാനപ്പെട്ട നടപടികളും ആരംഭിക്കാതെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക എന്ന ഏക ലക്ഷ്യം വെച്ച് അന്ന് ശിലാസ്ഥാപനം നടത്തിയത്. നാട്ടുകാർക്ക് പ്രതിഷേധം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല? ആവശ്യമായ രേഖകളില്ലാതെ ഒരു പദ്ധതി ആരംഭിച്ചതിൻ്റെ ഭാഗമായി ജനം തടഞ്ഞപ്പോൾ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനായില്ല. അത് 2015 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF വിട്ടുപോയി. 2015 മുതൽ 20 വരെ വീണ്ടും UDF ആണ് പുന്നയൂർ ഭരിച്ചത്. ആ കാലത്തൊന്നും ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് പിന്നെ UDF ചിന്തിച്ചിട്ടില്ല. 2020 ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ LDF ജനങ്ങൾക്ക് മുമ്പാകെ വെച്ച വാഗ്ദാനമാണ് ആധുനിക വാതക ശ്മശാനം പുന്നയൂരിൽ നടപ്പാക്കും. സ്ഥലം പലതും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആലോ പാലത്ത് തർക്കങ്ങളുടെ ബഹളമയായിരുന്നു. എല്ലാ തർക്കങ്ങളെയും പരിഹരിച്ച് ആ തർക്കത്തിൽ ഏർപ്പെട്ടവർ കൂടി സഹകരിച്ചുകൊണ്ടാണ് ആധുനിക വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം ഒരു ഘട്ടം കടന്നു. അതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണി പൂർത്തീകരിച്ചു. ജൂൺ മാസത്തിൽ ആ ശ്മശാനം കമ്മീഷൻ ചെയ്യുന്ന നിലയിലേക്ക് പോയത് ഈ ഭരണസമിതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലിൻ്റെ ഭാഗമാണ്. അതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പുന്നയൂരിലെ ഭരണ നിർവഹണത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും സഹകരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി വികസനം മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ടായാൽ നല്ലപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. നിരവധി കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാൻ കഴിയും. തുടർന്ന് അതിൻ്റെ ഭാഗമായി നമുക്ക് പറയാം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിനോടുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് പറയാനും. ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് നിലവിലുള്ള ആശുപത്രിയിലെ കെട്ടിടത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആരോപണം. അത് ആശുപത്രി കെട്ടിടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ആശുപത്രി കെട്ടിടം ദേശീയപാത അതോറിറ്റി പിന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തു. അതിൽ നമുക്ക് 3 കെട്ടിടം നഷ്ടമായി. ഒന്ന് ആയുർവേദ ഡിസ്പെൻസറി, മറ്റൊന്ന് ജനകീയ ക്യാൻറ്റീൻ, മറ്റൊന്ന് 9-ാം വാർഡിലേക്ക് വെള്ളമടിച്ചിരുന്ന ഒരു വാട്ടർ ടാങ്ക്. ഇത് 3ഉം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച്, തദ്ദേശ ഭരണ സ്ഥാപനമല്ല, 2 ബ്ലോക്ക് പഞ്ചായത്തും 1 ജില്ലാ പഞ്ചായത്തും, അങ്ങനെ 3 പദ്ധതി നടപ്പാക്കിയതാണ്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ പ്ലാൻ ഫണ്ട്, തനത് ഫണ്ട് ഉണ്ടാവില്ല എന്ന് ആർക്കും അറിയാലോ. അവിടെ പ്ലാൻ ഫണ്ടേ ഉണ്ടാവും. പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ നൽകുന്ന ഫണ്ടാണ്. സർക്കാർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള പിന്നെ കെട്ടിടങ്ങൾ പൊളിച്ചാൽ നഷ്ടപരിഹാരം നൽകില്ല എന്നത് സർക്കാരിൻ്റെ റൂളാണ്. പകരം സംവിധാനം ഒരുക്കും. അതിനാണ് ഇപ്പോൾ ആയുർവേദ ഡിസ്പെൻസറി 3 നിലയിൽ കെട്ടിടം പണിയുന്നു, 76 ലക്ഷം രൂപ ചെലവഴിച്ച്. അതതിൻ്റെ പകരം സംവിധാനമാണ്. നഷ്ടപരിഹാരം നൽകാനാവില്ല. എന്തുകൊണ്ട്? അത് സർക്കാരിൻ്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ്. അപ്പോൾ ഈ 3 പോകുമ്പോൾ 1 മാത്രമാണ് അത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ടോ അതിനകത്ത്? എങ്ങനെയാണ്? അല്ല, പിന്നെ ഉള്ളത് ജനകീയ ക്യാൻറ്റീനാണ്. ജനകീയ ക്യാൻറ്റീൻ അവിടെ പണിയാൻ തൽക്കാലത്ത് നമുക്ക് സ്ഥലമില്ല. സ്ഥലം ലഭ്യമാകുന്നവർക്ക് ജനകീയ ക്യാൻറ്റീൻ പണിയും. അവിടുന്ന് പൊളിച്ച ടാങ്കിൻ്റെ ഭാഗമായിട്ടാണ് പകരം നമ്മൾ ഗ്രാമപഞ്ചായത്ത് തന്നെ 50 ലക്ഷം രൂപ ചെലവഴിച്ച് 9-ാം വാർഡിൽ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭൂമി ഏറ്റെടുത്ത് നൽകിയപ്പോൾ അവിടെ നമ്മൾ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ കുടിവെള്ള പദ്ധതി നിർവഹിക്കും. ഈ കുടിവെള്ള പദ്ധതിയിലേക്ക് വരുമ്പോൾ ജലജീവൻ പദ്ധതിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പൂർത്തീകരണം എത്രത്തോളമാണ്? എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളിൽ അത് എത്രത്തോളമാണ്? ജലജീവനുമായി ബന്ധപ്പെട്ട് അധികം കണക്ഷൻ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഏകദേശം 1600 കണക്ഷനാണ്. 6000 കണക്ഷനാണ് അവർ പ്രപ്പോസ് ചെയ്തത്. ഞങ്ങൾ 1600 കണക്ഷൻ എടുത്തിട്ടുള്ളൂ. അതിൽ വെള്ളത്തിൻ്റെ ലഭ്യതയുടെ ഒരു പ്രശ്നമുണ്ട്. സർക്കാർ അത് പരിഹരിക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഗൗരവപ്പെട്ട പ്രശ്നം നമുക്കില്ല. വെള്ളം ലഭ്യമാവില്ലാനുള്ള പ്രശ്നമുണ്ട്. അത് എല്ലായിടത്തുള്ള ഒരു പ്രശ്നമാണ്. ഈ പൊതു കിണറുകളും അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതായത് ഈ കുടിവെള്ളം, കാരണം തീരമേഖലയിൽ നമുക്കറിയാം പൊതുവേ ഇത്തരം പ്രശ്നങ്ങൾ നിലവിലുള്ളതാണ്. കിണർ റീചാർജിങ്,
പൊതുകിണറുകളുടെ സംരക്ഷണം, പൊതുകുളങ്ങളുടെ സംരക്ഷണം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? പൊതുകിണറുകളും പൊതുകുളങ്ങളും നമുക്ക് പൊതുവിൽ കുറവാണ്. അതിൽ കുളം, ആലത്തേരി കുഴിയിലൊരു കുളം നമ്മുടേതായിരുന്നില്ല. നമ്മളിപ്പോൾ അത് ഏറ്റെടുത്ത് 40 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം നന്നായി കുറയുമ്പോൾ ആ പ്രവൃത്തി ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതൊരു നീന്തൽക്കുളം എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിപുലമായ പദ്ധതിയാണ്. 40 ലക്ഷം പൂർത്തീകരണമല്ല, 40 ലക്ഷത്തിൻ്റെ ഇപ്പോൾ ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയും ചെയ്യണം എന്നുള്ള നിലക്കാണ്. ഏകദേശം ഒരു 70-80 ലക്ഷം രൂപയാണ് അതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കിണർ റീചാർജിങ്ങിന് നമ്മൾ പദ്ധതി 2 ഘട്ടങ്ങളിൽ വെച്ചു. പക്ഷേ ആ പദ്ധതിക്ക് വേണ്ടത്ര ഗുണഭോക്താക്കൾ ഉണ്ടായില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വീട് കയറി നിങ്ങൾ ഈ പദ്ധതി എടുക്കണം എന്ന് പറഞ്ഞിട്ട്, കാരണം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ആൾക്ക് അറിയാത്തതുകൊണ്ട്. പക്ഷെ എന്നിട്ടും അതിന് ഗുണഭോക്താക്കൾ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. ആ നിലയിലാണ് നമ്മൾ കിണർ റീചാർജിങ് പദ്ധതി പിന്നീട് ഉപേക്ഷിച്ചത്. തീരദേശത്ത് കിണറുകളല്ല വ്യാപകമായിട്ടുള്ളത്. തീരദേശത്ത് ഈ കുഴൽ കിണറുകളാണ്. വെള്ളത്തിന് കാര്യമായൊരു പ്രശ്നമുള്ള സ്ഥലമല്ല തീരദേശം. അറബിക്കടലിൻ്റെ കരയിൽ 2 വാർഡുകൾ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് നേരത്തെ ഉപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പമല്ലേ ഉപ്പിൻ്റെ പ്രശ്നം വന്നു. അങ്ങനെയാണ് നമ്മളത് പരിഹരിച്ചത്. ആ നിലയ്ക്ക് തീരദേശ പ്രദേശങ്ങളിൽ പിന്നെ 10 മുതൽ 19 വരെയും 1-ാം വാർഡും ഇങ്ങനെയുള്ള 5-10 വാർഡുകളിൽ കാര്യമായ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല. കനോലി കനാലിൻ്റെ കരയിലാണ് പിന്നെ പ്രശ്നമുള്ളത്. അതാണ് 1-ാം വാർഡിൻ്റെ കേസ് പറഞ്ഞത്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ക്യാമ്പയിനാണ് ഈ അടുത്ത് തന്നെ അത് മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാന സർക്കാർ. ഈ മാലിന്യമുക്ത നവകേരളത്തിൽ പുന്നിയൂരിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു സംഭാവന എത്രത്തോളമാണ്? ആ ഒരു പദ്ധതി എത്ര ശതമാനം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പുന്നയൂരിൽ കേരളത്തിലാകെ ഹരിതകർമ്മസേന രൂപീകരിച്ചത് 2018-ലാണ്. എന്നാൽ പുന്നയൂരിൽ ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത് 2021-ലാണ്. എന്ന് പറഞ്ഞാൽ 2018 പുന്നയൂർ ഭരിക്കുന്നത് UDF ആണ്. 2020 ഡിസംബറിലാണ് LDF ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഈ കാര്യം നോക്കിയപ്പോൾ പുന്നയൂരിൽ ഹരിതകർമ്മസേന ഇല്ല. തൃശ്ശൂർ ജില്ലക്കകത്ത് 10 പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേന ഇല്ല. അതിലൊരെണ്ണം പുന്നയൂരാണ്. ഞങ്ങൾക്കതൊരു അപമാനകരമായി തോന്നി. ഞങ്ങൾ അടിയന്തിരമായി ഇടപെട്ടു. 40 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയെ രൂപീകരിച്ചു. ഇതിനകം 1.5 ലക്ഷം കിലോ പ്ലാസ്റ്റിക് ഇതിനകം കയറ്റി അയച്ചു. 89%, ഏതാണ്ട് 90% അജൈവ മാലിന്യ ശേഖരണം, വാതിൽപ്പടി സേവനം പൂർത്തീകരിച്ചു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെയേറെ അഭിനന്ദനം അറിയിക്കുന്നതാണ്. അവരെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. ഞങ്ങൾ ക്ലീൻ പുന്നയൂർ എന്നൊരു പദ്ധതി എടുത്തു. തൃശ്ശൂർ ജില്ലയിൽ എവിടെയും അങ്ങനെ ഒരു പദ്ധതിയില്ല. ക്ലീൻ പുന്നയൂർ പദ്ധതി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള പുന്നയൂർ ഉണ്ടാവുക എന്ന ലക്ഷ്യം വെച്ച് പൊതു തെരുവുകളെല്ലാം തുടർച്ചയായി ക്ലീൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. 4 തൊഴിലാളികൾ, ആവശ്യമായ മിഷനറികൾ, 10 വാർഡ് 2 തൊഴിലാളി എന്നുള്ള നിലക്ക് കണക്കാക്കി റൊട്ടേറ്റ് ചെയ്ത് ഓരോ 2 മാസത്തിലൊരിക്കൽ ഒരു വാർഡിൽ 7 ദിവസം ക്ലീനിങ് എന്ന നിലക്ക് പുന്നയൂരിനെ ക്ലീൻ പുന്നയൂർ എന്ന ആ ധാരണ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിൽ നടപ്പിലാക്കി. പുന്നയൂരിൻ്റെ തെരുവുകൾ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി പുന്നയൂരിൻ്റെ തെരുവുകൾ ക്ലീനായി കിടക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ക്ലീൻ പുന്നയൂർ പദ്ധതിയാണ്. അജൈവ മാലിന്യ ശേഖരണം 90% പൂർത്തീകരിച്ച് മാർച്ച് 30-ന് 100% പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. ഹരിത സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഇതിനകം ഹരിത സ്ഥാപനങ്ങളായി കഴിഞ്ഞു. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണത്തിനും പദ്ധതി ഉണ്ടാക്കി. മുമ്പെങ്ങുമില്ലാത്ത വിധം പുന്നയൂരിൽ ഓരോ വർഷവും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും 600 പേർക്ക് വീതം ബയോബിന്നുകൾ നൽകി 10 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് 600 പേർക്കെന്ന് പറഞ്ഞാൽ 4 കൊല്ലം, പിന്നെ 2400ഓളം പേർക്ക് കുടുംബങ്ങൾക്ക് ബയോബിന്ന് നൽകിക്കൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി ഉണ്ടാക്കി. ആ നിലയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വളരെയേറെ നല്ല നിലയിൽ വളരെ ജാഗ്രതയോടെ പുന്നയൂരിൽ നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഗുണം നല്ല നിലയിൽ പുന്നയൂരിലെ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന അങ്ങനൊരു ആരോപണമുണ്ട്. അതായത് അദ്ദേഹം പറയുണ്ടായി, നമുക്കറിയാം മാലിന്യം എന്നും നാടിന്
ശാപമായി മാറിയിട്ടുള്ളതാണ്. പല പ്രതിസന്ധികൾ അതുമൂലം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഹരിതകർമ്മസേനയുടെ ഒരു പ്രവർത്തനം ഈ ഇത്രയും വൈകി ഇവിടെ എത്തുമ്പോൾ അത് ശരിക്കും നാടിനോട് ചെയ്യുന്നൊരു ദ്രോഹമായി മാറിയില്ലേ? അപ്പോൾ അത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയത് ഈ അടുത്ത കാലത്താണ്. അന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലും ഗൗരവമുള്ളത് ഇവിടെ നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു കുടിവെള്ളത്തിനെ സംബന്ധിച്ച് 9-ാം വാർഡിലെ കുടിവെള്ളത്തിന് 9-ാം വാർഡിലെ കുടിവെള്ളം പുതിയ പദ്ധതിയല്ല. 9-ാം വാർഡിലെ കുടിവെള്ളം അവിടെ നേരത്തെ ജില്ലാ പഞ്ചായത്തിന് തന്നിട്ട് അവിടെ വലിയൊരു ടാങ്കും അതിൻ്റെ ഇതും ആ വാർഡിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അത് പൊളിച്ചപ്പോഴാണ് അത് പൊളിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ 16 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ അതിന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് മാറ്റം വന്നപ്പോൾ ടാങ്ക് പോയപ്പോൾ ആ എമൗണ്ട് കൊണ്ട് അത് അവസാനിക്കില്ല. അപ്പോഴാണ് അവിടെ ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ വന്നത്. ആശുപത്രി കെട്ടിടത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഈ ശ്മശാനത്തിന് രേഖകളില്ല എന്ന് പറഞ്ഞു. അതിന് രേഖകൾ ഉണ്ടാക്കിയത് ജില്ലാ അവരെല്ലാം കണ്ടിട്ടാണ് അതിന് രേഖകൾ ഉണ്ടാക്കി. ഇപ്പോൾ നമുക്കവിടെ പണി എന്നതുപോലത്തെ രേഖ ഈ ആശുപത്രി കെട്ടിടത്തിന് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അവിടെ രേഖ ഇല്ലെങ്കിൽ എങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ ഫണ്ട് അവിടെ ഒരു പണിയാ? ഒരു രേഖയില്ലാത്തൊരു സ്ഥലത്ത് മറ്റേ ഗവൺമെൻറ് അവിടെ പുതിയ കെട്ടിടത്തിന് അനുമതി കൊടുക്കുമോ? പഞ്ചായത്ത് എങ്ങനെ അനുമതി കൊടുക്കുക? അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു തടസ്സവാദം പറയാമെന്നല്ലാണ്ട് അതിലൊന്നും കാര്യമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉദാസീനത കൊണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഒരു തർക്ക കാര്യത്തിലില്ല. അതേസമയത്ത് തന്നെ ഈ കൂമക്കടവ് പാലത്തിന് 75 ലക്ഷം മൈനർ ഇറിഗേഷൻ്റെ ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഫണ്ട് അവിടെ ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ? നീലങ്ങൾ അവിടെ ഭയങ്കരമായ തടസ്സങ്ങൾ, ഒരു ബാലൻ എന്ന് പറയുന്ന ഒരു CPM-കാരൻ്റെ ഭയങ്കരമായ തടസ്സം അവിടെ അത് വരാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ശക്തമായ എതിർപ്പായിരുന്നു. 75 ലക്ഷം രൂപ അന്ന് ഇറിഗേഷൻ നമുക്ക് തന്നിട്ടുള്ളതാണ്, നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇവിടെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ വികസന കാര്യത്തിൽ ഈ ബോർഡ് എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ അതിനോടൊപ്പം നിൽക്കാന്നല്ലാതെ അത് വരുമ്പോഴല്ലേ പഞ്ചായത്തിൽ വികസനം മുന്നോട്ട് പോകുള്ളൂ. പഞ്ചായത്ത് സെക്രട്ടറി 2 സെക്രട്ടറിമാരെ ഈ ബോർഡ് വന്നിട്ട് ഇവിടെ ആദ്യത്തെ സെക്രട്ടറി മാറി പിന്നത്തെ സെക്രട്ടറി നിലകൊള്ളുക. കാരണം അവർക്ക് അവരുടെ ഓഫീസർമാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവസരം ഒരു സെക്രട്ടറിക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ? നമുക്ക് പഞ്ചായത്തിൻ്റെ വികസനം ആ സെക്രട്ടറിക്ക് ഇതുണ്ടാക്കാൻ ഞങ്ങൾ നടക്കുന്നില്ല. അന്ന് 18 സെക്രട്ടറിമാർ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നിരുന്ന ആൾക്കാരാരാന്നൊക്കെ നല്ലോണം അറിയാം. പിന്നെ ഈ ശ്മശാനത്തിന് അതവിടെ നടപ്പിലാക്കാൻ അതിന് തടസ്സം നിൽക്കുന്നതിന് ഒരു വോയിസ് ക്ലിപ്പുണ്ട്. അത് വേണ്ടി വന്ന് ഞങ്ങൾ പുറത്തു വിടും. കാരണം ആ കാലത്ത് അത് നടപ്പിലായാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ വികസനം അത് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് അവിടെ കുറച്ച് വോട്ട് കിട്ടേണ്ടത് അങ്ങനെ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം. ഈ UDF സംവിധാനത്തിൽ ഇവിടെ ഇത് 2 കരയാണ്. ഈ 2 കര ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഈ പഞ്ചായത്തിന് ഒരു വരുമാനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1-2 കാര്യങ്ങൾ അതായത് ആൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി UDF ഭരിച്ചിരുന്ന കാലത്ത് വികസനങ്ങൾ കൊണ്ടുവരാതെ അതിനെ രാഷ്ട്രീയമായി കണ്ട് സെക്രട്ടറിമാരെ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റുന്നൊരു സാഹചര്യം ഒന്നുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായത് വികസനത്തിൽ പാർട്ടി തുരങ്കം വെക്കുന്നു. അപ്പോൾ അത്തരത്തിൽ UDF-ൻ്റെ ഭരണ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ എന്താണ്? ഇതിലൊരു പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥായിയായ ഭരണ സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ 2020 തൊട്ട് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഞാൻ നോമിനേഷൻ കൊടുക്കാനാണ് പഞ്ചായത്ത് കാണുന്നത്. അത് സ്വാഭാവികമാണ്, അതങ്ങനെ സംഭവിക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്നത് 1.25 കൊല്ലാണ്. എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസ് കാണുന്ന ഒരാൾക്ക് ഒരു വലിയ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമ്പോഴത്തേക്ക് അവർ മാറുകയാണ്. പിന്നെ ഇതേപോലെ പഞ്ചായത്ത് കാണാത്ത ഒരാൾ വീണ്ടും വരികയാണ്. അങ്ങനെ 1 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിനിടക്ക് 3-4 പ്രസിഡന്റുമാർ മാറി വന്നതാണ് പുന്നയൂരിൻ്റെ കഴിഞ്ഞകാല വികസനങ്ങൾക്ക് പ്രധാനമായ തടസ്സം എന്ന കാര്യം പുന്നയൂരിലെ ജനങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത നാൾ ഇവിടെ ഒരു സ്റ്റാഫിനെ സർക്കാർ നിയോഗിച്ചു.
അയാൾ നേരത്തെ പുന്നയൂരിൽ ധാരാളം കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ അയാളെ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. നിയമവിരുദ്ധമാണ്, അതെനിക്കറിയാം. പക്ഷേ ജോയിൻ ചെയ്യാൻ അനുവദിച്ചില്ല. അയാളെ സർക്കാർ തിരിച്ചു വിളിച്ചു, പകരം ആളെ തന്നു. അത് ഇടപെടലാണ്. ഇടപെടാൻ കഴിയുന്ന അധികാരികൾ ഉണ്ടായാൽ അതൊക്കെ നടക്കും. അത് എനിക്ക് കുറേ ദൗർബല്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് കരഞ്ഞു തീർക്കുക എന്നല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. ആശുപത്രിക്ക് സർക്കാരിന്റെ കാശ് കിട്ടാതിരുന്നത് ശ്മശാനത്തിന്റെ ഡോക്യുമെന്റ് പോലെയല്ല. സർക്കാർ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ചോദിക്കുന്നത് പക്ക ആധാരാണ്. ഇവിടെ സറണ്ടറാണ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ ഞാൻ ഈ ഭൂമി സർക്കാരിന് തന്നിരിക്കണു എന്ന് എഴുതി തരികയാണ്. അത് എഴുതി പഞ്ചായത്തിന്റെ ആസ്തിയിൽ അത് കയറ്റിയാൽ നിർമ്മാണം നടത്താം. പക്ഷെ ദേശീയപാത അതോറിറ്റി നമുക്ക് പണം തരണമെങ്കിൽ അവരാവശ്യപ്പെടുന്ന രേഖ കൊടുക്കണം. ആ രേഖ നമുക്കില്ല. കാരണം ഈ ഭൂമി രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, ഇത് സറണ്ടറാണ്. അന്ന് അങ്ങനെ ചെയ്യാനാവും, അന്നൊക്കെ അങ്ങനെ തന്നെ ചെയ്യൂ. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുകൊണ്ട് അത് അടിസ്ഥാനരഹിതമായ വാദമാണ്. ശ്മശാനത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ശ്മശാനത്തിൻ്റെ എതിർപ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു. എതിർപ്പുകളെ കൈകാര്യം ചെയ്യൽ എങ്ങനെയാണ്? എതിർപ്പുകളെ കൈകാര്യം ചെയ്യുക, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി പോലാണ്. ഈ ഭരണസമിതി അത് നല്ല പോലെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ വികസന പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ തുരങ്കം വെക്കാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വികസനത്തിൻ്റെ കാര്യങ്ങൾ എടുത്താൽ ഇനി നമുക്ക് സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, പുന്നയൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖല ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക്കാണ്. നിങ്ങൾ ഈ പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞാൽ എടക്കഴിയൂർ ഗവൺമെൻറ് LP സ്കൂളിലൊന്ന് പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടാണ്. പഴയ മണ്ണാന സ്കൂൾ എന്ന് പറയും, എടക്കഴിയൂർ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ. തൃശ്ശൂർ ജില്ലക്കകത്ത് എല്ലാ ക്ലാസ് മുറികളും ശീതീകരിച്ച് എല്ലാ അടിസ്ഥാന സൗകര്യവുമുള്ള ഒരു മനോഹരമായ ഗവൺമെൻറ് സ്കൂൾ ഈ പുന്നയൂരാണ്. 2002 UDF സർക്കാർ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടുന്ന പട്ടികയിൽ വന്ന വിദ്യാലയമാണ്. ആ നിലപാടിനോട് പൊരുതിയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അതേ വിദ്യാലയം ജില്ലയിലെ ഏറ്റവും നമ്പർ 1 വിദ്യാലയമാക്കണം ഞങ്ങൾ തീരുമാനിച്ചു. അതവിടെ മനോഹരമായി പ്രവർത്തിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ ഏക UP സ്കൂൾ, എക്കാലവും UDF പിന്തുണയ്ക്കുന്ന പ്രദേശമാണ് 1-ാം വാർഡ്. അവിടെയാണ് UP സ്കൂൾ ഉള്ളത്. ആ UP സ്കൂൾ എന്ന എല്ലാ ക്ലാസ് മുറികളും ആധുനിക വിദ്യാഭ്യാസ രീതിയുള്ള ഹൈടെക് വിദ്യാലയമാണ് പുന്നയൂരിൽ. അത് പ്രവർത്തിക്കുകയാണ്. എടക്കഴിയൂർ ഗവൺമെൻറ് മാപ്പള ലോവർ പ്രൈമറി സ്കൂൾ, പഴയ കാലത്ത് ഞങ്ങൾ പള്ളി സ്കൂൾ എന്ന് പറയും, അത് ഹൈടെക് സംവിധാനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മാർച്ച് തീരുന്നതിന് മുമ്പ് പൂർത്തിയാവും. എല്ലാ ക്ലാസ് മുറികളും പിന്നെ ഇലക്ട്രോണിക് പഠന രീതികൾ ഉണ്ടാകും, മനോഹരമായ ക്ലാസ് മുറികൾ ഉണ്ടാകും, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. ഗവൺമെൻറ് സ്കൂളുകളെ മുഴുവൻ പിന്നെ ഹൈടെക് ആക്കുക എന്ന പദ്ധതി പൂർത്തീകരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എത്രയോ കാലമായി പുന്നയൂരിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. സ്വന്തമായി ഭൂമി ഇല്ലാത്തതിൻ്റെ ഭാഗമായി ആ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ഇന്ന് ആ 2 വിദ്യാലയങ്ങൾക്കും ഭൂമി ഉണ്ടാക്കിയ ഭരണസമിതിയാണ് പുന്നയൂരുള്ളത്. കൊരഞ്ഞൂർ ഗവൺമെൻറ് LP സ്കൂളിന് ഭൂമിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ മുൻ ജനപ്രതിനിധി കോടതിയിൽ സൂട്ട് കൊടുത്തു ആ ഭൂമി എടുത്ത് തടയാൻ. പക്ഷെ ഞങ്ങൾ അതിനെ ഒരു ബലിയും വെക്കാതെ ആ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചു. അതൊരു പഞ്ചായത്ത് ഭരണസമിതി ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. കോടതിയിൽ ഇടപെടാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചപ്പോൾ കോടതി നടപടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഭൂമി ഏറ്റെടുത്തു. 30 സെന്റ് ഭൂമി ആ സ്കൂളിൻ്റെ നിലവിലെ ഉടമ ഞങ്ങൾക്ക് 1 കോടിയിലധികം രൂപ വില വരുന്നതാണ് അദ്ദേഹം പിന്നെ ഞങ്ങൾക്ക് സംഭാവന ചെയ്തു. ഞങ്ങൾ തുടർച്ചയായി നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുന്നയൂരിലെ പിന്നെ ഗവൺമെൻറ് മാപ്പള ലോവർ പ്രൈമറി സ്കൂൾ 105 കൊല്ലം പഴക്കമുള്ള വിദ്യാലയ. ആ 105 കൊല്ലം പഴക്കമുള്ള വിദ്യാലയവും അടച്ചുപൂട്ടുന്ന വക്കിലെത്തി. ഇപ്പോഴതിന് ഞങ്ങൾ നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് 31 സെന്റ് ഭൂമി ലഭിച്ചു. ബഹുമാനായ തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ സ്പോൺസർഷിപ്പിലാണ് ആ ഭൂമി നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ അംഗൻവാടികൾ ഈ പഞ്ചായത്തിന് 33 അംഗൻവാടിയാണ്. ചാവക്കാട് സബ്ജക്റ്റിനകത്ത് 126 അംഗൻവാടിയുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ 14 അംഗൻവാടികളാണ് ഇതുവരെ സ്മാർട്ട് അംഗൻവാടികൾ.
ആ 14-ൽ 10 പുന്നയൂരായത് ഈ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ്. ഈ കുറഞ്ഞ കാലം കൊണ്ട് അത് ഞാൻ ആവർത്തിക്കുകയാണ്, 4 കൊല്ലം കൊണ്ട് ചരിത്ര നേട്ടമാണ് പുന്നയൂർ നേടിയെടുത്തത്. സാഹിത്യ രംഗത്ത് ഒത്തിരി സംഭാവനകൾ നൽകിയ ഒരു നാട് കൂടിയാണ് പുന്നയൂർ. ഒപ്പം തന്നെ അത്തരം മേഖലയിൽ പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? അത്തരം സാംസ്കാരിക സ്ഥാപനങ്ങളായാലും കലാസാഹിത്യ രംഗത്ത്, ഇപ്പോൾ കായിക രംഗത്ത് ഒട്ടനവധി സംഭാവനകളൊക്കെ നൽകിയവരുണ്ടല്ലോ. അപ്പോൾ ആ മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ മുൻഗണന കൊടുത്തിട്ടുണ്ടോ പഞ്ചായത്ത്? കലാസാംസ്കാരിക രംഗം പറയുന്നതിന് മുമ്പ് വായനയെ പ്രോത്സാഹിപ്പിക്കുക അതതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ പുന്നയൂരിൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു, ഒരു ലൈബ്രറിയനും ഉണ്ടായിരുന്നു. അത് ഈ ഹാളിൻ്റെ തൊട്ടടിയിലുള്ള ഒരു ചെറിയ മുറിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളതിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സൗകര്യം വേണം എന്ന് കണ്ടു. അങ്ങനെ അവിയൂരിലെ മറ്റൊരു സർക്കാർ സ്ഥാപനം, പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനത്തിൻ്റെ മീതെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി വിപുലമായ ലൈബ്രറി സംവിധാനം തീർത്ത് വൻതോതിൽ ആളുകൾ വായനക്കെത്തുന്ന ഒന്നായി ലൈബ്രറി മാറി. പുസ്തകം നൽകുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പിന്നെ വായനാമൂല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കി. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കലാസാംസ്കാരിക രംഗത്ത് വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതൊക്കെ വിവിധ ക്യാമ്പുകളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അംഗൻവാടി കുട്ടികളുടെ കലോത്സവം, കുട്ടികളിൽ നിന്ന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്ന് കണ്ട് അംഗൻവാടി കുട്ടികളുടെ കലോത്സവം എല്ലാ കൊല്ലവും വിപുലമായി ഏകദേശം 600 കുട്ടികൾ മത്സരിക്കുന്ന 1500-2000 പേർ കാണികളാകുന്ന വിപുലമായ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു വരണം എല്ലാ കൊല്ലവും. ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരങ്ങൾ, ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരം പറയുമ്പോൾ ബഡ്സ് സ്കൂളിനെ കുറിച്ച് കൂടി പറയണം. ബഡ്സ് സ്കൂള് നേരത്തെ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് എടക്കഴിയൂർ ആശുപത്രിയുടെ ഒരു മൂലയിലെ ഒരു മുറിയിലാണ്. കുട്ടികൾക്കൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പിന്നെ ബഡ്സ് കുട്ടികൾക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഒരുക്കി ബഡ്സ് സ്കൂളിനെ വിപുലീകരിച്ചു. ബഡ്സ് കുട്ടികളുടെ ഉൾപ്പെടെ ഭിന്നശേഷിക്കാരുടെ വിപുലമായ കലോത്സവം എല്ലാ കൊല്ലവും ഞങ്ങൾ നടത്തി വരികയാണ്. ചേതന സാംസ്കാരികോത്സവം എന്നുള്ള നിലക്ക് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരം കലാപരിപാടികളും മത്സരങ്ങളും എല്ലാ കൊല്ലവും നടത്തി വരികയാണ്. ചേതന സാംസ്കാരികോത്സവം എന്നുള്ള നിലക്ക് പ്രത്യേക പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരികയാണ്. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ വയോജനോത്സവം, 60 വയസ്സിന് മീതെ പങ്കെടുക്കാൻ കഴിയുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വയോജനോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. അങ്ങനെ വിവിധ മേഖലകളിലെ ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് കലയും സംസ്കാരവും ഒക്കെ ബന്ധിപ്പിച്ച് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ 3 കൊല്ലമായി പുന്നയൂരിൽ തുടർച്ചയായി നടന്നു വരുന്നുണ്ട്. ഈ തനത് ഫണ്ട്, നമുക്ക് നികുതി പിരിവിനപ്പുറത്തേക്ക് തനത് ഫണ്ടിൽ പഞ്ചായത്തിന് എന്തെങ്കിലും പ്രത്യേകമായ പദ്ധതികളുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശേഖരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ വല്ലതും ഉണ്ടോ? പ്രത്യേക വരുമാന സ്രോതസ്സുകളൊന്നും വൻതോതിൽ പുന്നയൂരിനില്ല. അതിനുള്ള സാധ്യതകൾ പുന്നയൂരിലില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്നാൽ നികുതി ഈ 2020 LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരുമ്പോൾ 70% കണക്കാണ്. ഞാൻ എന്തെങ്കിലും പറയണതല്ല, പഞ്ചായത്തിൻ്റെ കണക്കാണ്. ഇപ്പോഴത് 100%. അപ്പോൾ നികുതി വരുമാനം തന്നെ മറ്റു വരുമാനത്തിൻ്റെ സാധ്യത കുറവാകുമ്പോൾ നികുതി വരുമാനത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി അത് വികസന പ്രവർത്തനം ചെലവഴിക്കുക. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 40-50 ലക്ഷം രൂപയാണ് തനത് ഫണ്ടിൽ നിന്ന് പുന്നയൂരിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇപ്പോൾ 2.25 കോടിയാണ്. അപ്പം തനത് ഫണ്ട് മാക്സിമം ശേഖരിക്കുകയും അതിൻ്റെ തോതനുസരിച്ച് വികസന പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ആവർത്തിച്ച്. ചെറിയ 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 വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വരുമാനം എന്ന് പറയാൻ കഴിയുന്ന നിലയിലല്ല എന്നുള്ളത് കൊണ്ട് അതങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹൈദരാലി മെമ്പറെ നേരത്തെ അങ്ങോട്ട് ആരോപിച്ചതിന് ചില മറുപടികൾ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് മുന്നണി സംവിധാനത്തിലെ ചില പോരായ്മകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഭരണതലത്തിലെ മാറ്റങ്ങൾ, മുന്നണിക്കകത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ബാധിച്ചു. അതാണ് വികസനത്തിന് എത്താത്തതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് ഈ പുന്നയൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് RP മൊയ്തീൻ സാഹിബ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഒരു പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കി ഈ കാണുന്ന വികസനത്തിനൊക്കെ ഒരു അടിത്തറ ഉണ്ടാക്കിയത്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഒരു കൊരങ്ങിയൂർ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അത് അവിടുത്തെ മുൻ മെമ്പർ
ഹൈക്കോടതി പോയിട്ടുണ്ടെങ്കിൽ അതിന് രേഖ തരണം. അതിൻ്റെ ആളോട് ഞങ്ങൾക്കും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ഫാമിലി അതിൻ്റെ ബാക്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന് ആവശ്യമായ സ്ഥലം കൊടുക്കാൻ തയ്യാറായവരാണ്. പക്ഷേ അവിടുത്തെ കുറേ SC കുടുംബങ്ങളും മറ്റുള്ള കുറേ ആൾക്കാരൊക്കെ കൂടെ അതില്ല, ഫ്രണ്ടിൽ ഇപ്പം നിൽക്കുന്നതോടെ തന്നെ തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രയും കാലം വൈകിപ്പോയത്. ഇപ്പോൾ അത് മതി എന്ന് സമ്മതിച്ചപ്പോൾ അവർ കൊടുക്കാനും തയ്യാറായി. അങ്ങനെയാണ് ആ സ്ഥലം കിട്ടിയിട്ടുള്ളത്. വടക്കേ പുന്നിയൂർ സ്ഥലം വാങ്ങിക്കൊടുത്തത് എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടിയാണ്. അദ്ദേഹം പ്രപ്പോസൽ വന്ന അന്ന് മുതൽ നമ്മളോട് അന്വേഷിച്ച് ഇതിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തീർച്ചയായും, കാരണം എന്താ വെച്ചാൽ അവിടെ പഠിപ്പിച്ചു തരുന്ന ടീച്ചർ നമുക്ക് എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. അവർ എല്ലാവരും ഒരു വലിയ ഇതൊക്കെ കൊടുത്ത ഒരു ടീച്ചറാണ്. അപ്പോൾ ആ സ്കൂൾ അവിടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മളെയും കൂടെ ആവശ്യമാണ്. അത് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇത് അവിടെ നടക്കും. കാരണം എന്താ വെച്ചാൽ അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ നേരിട്ടിട്ട് വരുന്നില്ലെങ്കിലും ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഒരു സ്ഥലത്തും ഞങ്ങളെ ഒരു എതിർപ്പുണ്ടായിട്ടില്ല. അത് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയി വന്ന ആ സ്ഥലം പഞ്ചായത്തിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതുവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ വികസനത്തിനെ സംബന്ധിച്ച് എവിടെ ആരെങ്കിലും നമ്മളോട് ഇവർ നേരിട്ട് പോയി ചോദിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളോട് പ്രത്യേക താല്പര്യമുള്ള ആൾക്കാർ, അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കാലിദാജി എന്ന് പറഞ്ഞ ഒരാൾ കിണർ സൗകര്യം ചെയ്ത് കൊടുത്തു. തീർച്ചയായിട്ടും അത് കൊടുക്കണം. കാരണം ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താനായില്ല. എത്രയോ ലക്ഷങ്ങൾ അവിടെ ചിലവഴിച്ചിട്ട് അങ്ങനെ കിടക്കുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇവിടെ വീട് ഇവർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ ഈ ഒരു ഹാളിലേക്ക് വിളിച്ച് കുറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരോട് വന്ന് എഗ്രിമെൻ്റ് വെക്കാൻ പറയാൻ മതി. ഒരാൾക്ക് പോലും ഇവിടെ വീട് വെക്കാനുള്ള ഒരു അവസരം അതിൻ്റെ പൈസയും ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടായില്ലല്ലോ. അവർ കയറിറങ്ങണ്. എത്ര ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്? വീട് കിട്ടിയ എഗ്രിമെൻ്റ് വെച്ച് പണി കഴിഞ്ഞവർക്ക് പൈസ കൊടുക്കണ്ടേ? ഇതിന് പൈസ കൊടുക്കാനുള്ള സംവിധാനം ഇതുവരായിട്ടില്ല. നമ്മൾ 700 വീട് ഇപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ആരോപണത്തിന് എന്തായാലും മറുപടി, അതായത് ലൈഫ് പദ്ധതി ഭരണം കയറുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം ഒരു ആരോപണം, അതായത് അർഹരായവർക്ക് കിട്ടുന്നില്ല എന്നാണ് പരാതി. ഇതിൽ എനിക്ക് തോന്നിയൊരു തമാശ എന്താ വെച്ചാൽ UDF ഇങ്ങനെ ആഗ്രഹിക്കുകയും ഞങ്ങളിങ്ങനെ നടപ്പാക്കുകയും ചെയ്യുക. ഇത് 62 മുതൽ 2020 ഭരിച്ച UDFന് ഭൂമി എടുക്കാൻ കഴിഞ്ഞില്ല. അവർ പല ശ്രമവും നടത്തി, വിജയിച്ചില്ല. ഞങ്ങൾ വന്നപ്പോൾ വിജയിച്ചു. ഇത് അതൊക്കെ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര താല്പര്യത്തോടെ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അത് രാഷ്ട്രീയ പരാജയമാണ്. അതിനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ 2016 മുതൽ 20 വരെ ഇവിടെ ആകെ നൽകിയത് 80 ലക്ഷം രൂപയാണ്. 20-ന് ശേഷം 21-22 ഞങ്ങൾ നൽകിയത് 60,99,666 രൂപയാണ്. 22-23 93,70,000 രൂപയാണ്. 23-24 1,22,32,000. 2024-25 നടപ്പ് വർഷം 2 മാസം മുമ്പ് വരെ 2,96,05,529 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഈ മാർച്ചിലെ കണക്കെടുത്താൽ 6 കോടിയിലധികം രൂപ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ലൈഫ് പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച് ഈ കഴിഞ്ഞ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് എടുത്ത കണക്കിൽ തൃശ്ശൂർ ജില്ലയിലെ 5ാമത്തെ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ 5ാമത്തെ പഞ്ചായത്തായിട്ട് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് പുന്നയൂർ നിൽക്കുകയാണ്. ഇത് രേഖയാണ്. ബഹുമാന്യനായ ഹൈദരലി പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്, പക്ഷേ ഇവിടെ രേഖയാണ്. ഒരു പക്ഷേ പുന്നയൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരൂ എഗ്രിമെൻ്റ് വെക്കൂ എന്ന് ഞങ്ങൾ തുടർച്ചയായി പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് 30-ന് മുമ്പ് എല്ലാവരും എഗ്രിമെൻ്റ് വെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ എഗ്രിമെൻ്റ് വെച്ച മുഴുവൻ ആളുകൾക്കും ഇതിനകം പണം നൽകി. ഒറ്റ കേസ് പെൻഡിങ് ഇല്ല. ഈ പുന്നയൂർ പഞ്ചായത്തിൽ ഇതുവരെ എഗ്രിമെൻ്റ് വെച്ച ഒരാൾക്കും പെൻഡിങ് ഇല്ല. എല്ലാവർക്കും ഘട്ടം ഘട്ടമായിട്ടാണ് ലൈഫിന് പണം കൊടുക്കുക. ഒരുമിച്ച് 4 ലക്ഷം കൊടുക്കില്ല. ആദ്യം 40,000 കൊടുക്കും, പിന്നെ 1,60 കൊടുക്കും, പിന്നെ 2 ഘട്ടമായിട്ട് 2 ലക്ഷം കൊടുക്കും. അങ്ങനെയാണ് കൊടുക്കുക. ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്ന എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഹൈദരലി സാഹിബിന് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല.
ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് പുന്നയൂരിലെ 503 ഭവനരഹിതരായിട്ടുള്ള ഭൂമിയുള്ള ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവനം നൽകിയേ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കും. അതായത് എതിരാളി മെമ്പറെ, അതായത് കണക്കുകൾ വെച്ചിട്ടാണ് പ്രതിരോധിക്കുന്നത്. അല്ല, കണക്ക് അത് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് കണക്കവിടെ ഇരിക്കട്ടെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല പ്രസിഡന്റ്. ആസ്പത്രി കെട്ടിടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ഒരു പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. 75 ലക്ഷം രൂപ MLA അനുവദിച്ച്. രേഖകളില്ല, അതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടിയില്ല, അല്ല സ്ഥലത്തിന് പൈസ കിട്ടിയില്ല. രേഖകളില്ലാത്തടത്ത് എങ്ങനെ അവിടെ വേറെ കെട്ടിടം പണിയാം? പഞ്ചായത്ത് എങ്ങനെ അതിനൊരു പ്ലാൻ പാസ്സാക്കി കൊടുക്കുക? അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ സ്ഥലം പഞ്ചായത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അധികാരം ഈ പഞ്ചായത്തിനുണ്ട്. 40 സെൻറ്റ് ഭൂമിയോളം കഷ്ടി പോയിട്ടുണ്ട്. പ്രസിഡന്റ് ഇവിടെ പ്രസംഗത്തിൽ പറയുന്ന ഒരു വോയിസുണ്ട്. അതായത് 40 സെൻറ്റ് സ്ഥലത്തിന് 51 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. 51 ലക്ഷം എന്നല്ല, 3,60,000 രൂപ വെച്ചിട്ടാണ് ഇവിടെ ഒരു സെൻറ്റിന് കൊടുത്തിരുന്നത്. പ്രസിഡന്റിൻ്റെ വോയിസുണ്ട് ഈ പഞ്ചായത്തിന് മുമ്പിൽ പ്രസംഗിച്ചേ. അപ്പോൾ പഞ്ചായത്ത് കെട്ടിടം അവിടെ പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇത് അവിടെ പണിയാന്നുണ്ടെങ്കിൽ ആ പോയ പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ചെയ്യാൻ ബാധ്യസ്ഥ പഞ്ചായത്തല്ലേ? അതെന്താ ചെയ്യാത്തത്? പിന്നെ അദ്ദേഹം എനിക്കൊന്ന് 2 തവണ അദ്ദേഹം ടെക്നിക്കലായിട്ടുള്ള ചില മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ടായി. ടെക്നിക്കലായിട്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അത് ആ പൈസ പോവില്ല. അവിടെ ഒരു ലക്ഷങ്ങൾ വില മതിക്കുന്ന ഒരു ചന്ദനമരം മുറിച്ചു പോയി. അത് എന്തോ ഒരു മരം മുറിച്ചു പോയി എന്നാണ് പ്രസിഡന്റ് ഇപ്പോഴും പ്രസംഗിച്ചത്. ഇവിടെ എന്തോ ഒരു മരം മുറിച്ചു പോയി. അത് ചന്ദനമരമാണ് എന്നുള്ളത് പ്രസിഡന്റ് ഇപ്പോഴും മനസ്സിലായില്ല. ചന്ദനമരവും മറ്റേ മരം തിരിച്ചറിയാത്ത ഒരാൾ പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. വികസനങ്ങൾക്ക് ഞങ്ങൾ എവിടെയും ഒരു തടസ്സമല്ല. ഇനിയിപ്പോൾ വീടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സന്തോഷം. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ ഒരു സ്ഥലത്തും ഇവർക്ക് ഈ വികസനങ്ങൾ കൊണ്ടുപോകണോടത്ത് എവിടെയെങ്കിലും ഒരു UDF പ്രവർത്തകൻ്റെ തടസ്സവാദം ഉന്നയിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കട്ടെ. ശരി, ഇതിൽ അതേ സമയത്ത് ഒരു ഒറ്റ മിനിറ്റ്. അതേ സമയത്ത് UDF ഭരിക്കുന്ന കാലത്ത് ഈ ശ്മശാനം അടക്കം എത്ര കാര്യങ്ങൾക്ക് തടസ്സം നിന്നിട്ടുണ്ടെന്ന് അറിയോ? എത്ര കാര്യങ്ങൾക്ക്. നേരത്തെ പ്രതിരോധിക്കുകയുണ്ടായി. അല്ല, പ്രതിരോധമല്ല, വസ്തുതയാണ്. ഹൈദരലി സാഹിബ് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഖേദം തോന്നുകയാണ്. എന്തുകൊണ്ടാ വെച്ചാൽ നീണ്ട കാലം പ്രസിഡന്റും കുറേ കാലം അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, കുറേ കാലം പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന ഒരാൾക്ക് ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയണില്ല എന്ന് പറഞ്ഞാൽ അതിനോട് സഹതാപം തോന്നല്ല. എന്താ ചെയ്യുക? അതായത് ഒരു സർക്കാരിലേക്ക് ഒരു ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ഒരു ഭൂമി കൊടുക്കുകയാണ്. അത് സറണ്ടർ ചെയ്യാം. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഫോറത്തിൽ ഞാൻ ഇത്ര സെന്റ് ഭൂമി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്താൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ അത് ഭരണസമിതി തീരുമാനിച്ച് കയറ്റിയാൽ അവിടെ നിർമ്മാണം നടത്തുന്നതിന് തടസ്സമില്ല. അതാണ് ആശുപത്രിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന കാര്യം. ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന രേഖ നൽകണം. ആവശ്യപ്പെടുന്ന രേഖയിൽ ഒന്ന് പക്ക ആധാരമാണ്. ഈ ഭൂമിക്ക് പക്ക ആധാരം ഇല്ലാതായതിന് നമ്പർ 1 ഉത്തരവാദി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഹൈദരലിയാണ്. അന്ന് രേഖ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് നമുക്കിത് കിട്ടാതെ പോയത്. എന്നിട്ട് അവർ ചെയ്ത കൊള്ളരുതായ്മയെ ഇന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം അധികാരത്തിലിരിക്കുന്ന ഭരണസമിതിയുടെ കുഴപ്പമാണ് എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്. ഈ സ്ഥലം അവിടെ ഉണ്ടായതേ ഇതേപോലത്തെ സ്ഥലം തന്നെയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത് പൈസ വാങ്ങി. അവന് മനസ്സിലായ ഞങ്ങളെ കൊള്ളരുതായ്മയാണ്. എന്ത് ആ കാലത്ത് സിംഗപ്പൂരും മറ്റൊക്കെ പോയിട്ട് ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ സ്ഥലം വാങ്ങി, ആ സ്ഥലം വാങ്ങിയിട്ട് അവിടെ കിടക്കുക എന്നല്ലാതെ അതിലൊരു ബിൽഡിങ് വേണ്ടേ? അങ്ങനെയാണ് ഞാനും ഈ RPയും കൂടെ ഗൾഫിൽ പോയിട്ടാണ് ഇന്ന് നിൽക്കുന്ന കെട്ടിടങ്ങൾ അവിടെ പണിതത്. ഇപ്പം ഇവർ വലിയ ആവേശം പ്രഖ്യാപിക്കേണ്ടല്ലോ, വലിയ ആവേശങ്ങൾ. ഈ സ്ഥലം ഉണ്ടാക്കിയതും ആ ആസ്പത്രി കെട്ടിടമുണ്ടാക്കിയതും ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ പുരോഗമനപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഓരോന്നും നടക്കും. അത് നടത്താൻ അതാത് കാലത്തെ പഞ്ചായത്തായാലും ശരി ഗവൺമെൻറ് ആയാലും ശരി ബാധ്യസ്ഥരാണ്. ഞങ്ങളെ കൊള്ളരുതായ്മയാണ് അത് അവിടെ നിന്ന് നിലനിൽക്കണത്. ഞങ്ങളന്ന് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആസ്പത്രിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പറയേണ്ടി വരില്ല. മനസ്സിലായി? അതായത് ഈ പഞ്ചായത്തുകളുടെ ഭരണ തുടർച്ചകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഭരണസമിതികൾ മാറി വന്നാലും അത് ഭരണ തുടർച്ചകൾ തന്നെയാണ്. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതായത് MLA-മാരുടെ ഫണ്ടുകൾ, MP-മാരുടെ ഫണ്ടുകൾ അത്തരത്തിൽ വാങ്ങിച്ച് എടുക്കുന്നതിൽ അതിന് പ്രത്യേകമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം ഫണ്ടുകൾ വന്നു ചേരുന്നതിൽ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? 13.5 കോടി രൂപ
ഒരു പക്ഷേ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ റെക്കോർഡാണ് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന് ഇതിനകം ലഭിച്ചു. വിവിധ പദ്ധതികളിലായി. അതിലൊന്നാണ് പിന്നെ ഈ പറഞ്ഞ ആയുർവേദ ഡിസ്പെൻസറി. നമ്മൾ സാധാരണ എം പിമാരോടൊക്കെ അങ്ങോട്ട് കാശ് ആവശ്യപ്പെടാണല്ലോ ചെയ്യുക, തീരുമാനമെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ഭരണസമിതി യോഗത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരലി സാഹിബ് ഒരു കത്തായിട്ട് വരികയാണ്. അപ്പോൾ ആ കത്ത് ബഹുമാനപ്പെട്ട DN പ്രതാപൻ MP-യുടേതാണ്. കത്തിലെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ആയുർവേദ ഡിസ്പെൻസറി പണിയാൻ എത്ര പണം വേണം ഞങ്ങൾ തരാം എന്നാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ MP നമ്മൾ തീരുമാനമെടുത്ത് കൊടുത്തു. കുറേ മുമ്പാണ് കേട്ടോ, MP അല്ലാതെ ഇതിപ്പോൾ അടുത്ത കാലത്താണ്, കുറേ മുമ്പാണ് തീരുമാനമെടുത്ത് കൊടുത്തു. തീരുമാനമെടുത്ത് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ MLA ഓഫീസിൽ കൊടുത്തു. ഇത് കിട്ടുകയാണെങ്കിൽ ഏതടിച്ച് കിട്ടിക്കോട്ടെ. MP-യുടേതായിട്ട് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. MLA 76 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു, അത് അനുവദിച്ചു. അതിന് കെട്ടിടാണ് അവിടെ ആയുർവേദ ഡിസ്പെൻസറിക്ക് വേണ്ടി ഇപ്പോൾ പണിയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. MLA ഫണ്ടിൽ നിന്ന് ഇപ്പോൾ പുന്നയൂർ ഗവൺമെൻറ് സ്കൂൾ 1 കോടി രൂപ MLA, 1 കോടി സർക്കാർ. ഒരു പക്ഷേ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പുന്നയൂർ പഞ്ചായത്തിൻ്റെ പേര് കേൾക്കാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലത്താണ്. സ്കൂളിന് വേണ്ടി പണം പ്രഖ്യാപിച്ചു. കൊരഞ്ഞൂർ സ്കൂളിന് 1 കോടി 60 ലക്ഷം രൂപ MLA, 1 കോടി ബഡ്ജറ്റ്. പിന്നെ മന്ദലംകുന്ന് ഗവൺമെൻറ് ഫിഷറീസ് UPക്ക് സ്കൂളിന് വേണ്ടി വാഹനം വാങ്ങിക്കുന്നതിനുള്ള പൈസ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പൈസ. ഫിഷറീസ് മത്സ്യഭവൻ അത് കേന്ദ്ര പദ്ധതി കൂടിയാണ്, സ്റ്റേറ്റ് കേന്ദ്ര പദ്ധതിയാണ്. 6.5 കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചു. പുന്നയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചെറുപ്പക്കാർക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. 1962 മുതൽ 2020 വരെ ഉള്ള കാലത്ത് കുറച്ച് ഭൂമി മേടിച്ചിട്ടു പഴയ കാലത്ത്, അത് ശരിയാണ്. അത് അന്ന് ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ നടപ്പാക്കാനായി. പക്ഷേ മറ്റു പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഇപ്പം അതിൽ 1 കോടി രൂപ ചെലവഴിച്ച് അതിൽ ഗ്രൗണ്ട്, ആധുനിക സംവിധാനങ്ങളുടെ ഗ്രൗണ്ട് നവീകരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആശുപത്രിയുടെ 76 ലക്ഷം രൂപ, ഇങ്ങനെ 13.5 കോടി രൂപ. പുന്നയൂരിനെ സംബന്ധിച്ച് അതൊരു റെക്കോർഡാണ്. MLA എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഗുരുവായൂരിന് MLA ഉണ്ടായിരുന്നു, MLA മന്ത്രിയായിരുന്നു, ആ മന്ത്രി പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പക്ഷെ പുന്നയൂരിന് എന്തെങ്കിലും കിട്ടിയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴത് കേവലം ഒരു MLA മാത്രം നമുക്ക് ഇങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാവാം. ഇത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവിക ആ മാറ്റത്തിനനുസരിച്ച് നിലപാടിലെ മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് ലഭിക്കുന്നു എന്നുള്ളത് പുന്നയൂരിൻ്റെ വികസനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. എന്തായാലും നമുക്ക് സമയത്തിൻ്റെ ഉണ്ട്. അല്ല, അതെ, വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ പുന്നയൂരിനെ സംബന്ധിച്ച് ഞങ്ങളെ ഭരണകാലത്ത് UDFൻ്റെ ഒരു MLA ആയിട്ടില്ല. ഉള്ള കാലത്ത് ഉള്ളത് അത് വേറെ പറയാം. ഒരു 10 ലക്ഷം രൂപ കഴിഞ്ഞ് KV അബ്ദുൽ ഖാദർ ആസ്പത്രിക്കോ മറ്റോ കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് ഒരു പൈസ പോലും ഇല്ല. ഇപ്പോൾ എത്രയോ കോടികൾ കിട്ടിയാലും സന്തോഷം, അതിൽ യാതൊരു വിരോധമല്ല. അപ്പോൾ ഭരണകക്ഷിയുടെ MLA, മന്ത്രി, അപ്പോൾ അത് സെക്രട്ടറിനെ മാറ്റാനും അതുപോലെ തന്നെ മറ്റുള്ള ചെയ്യാനൊക്കെ സൗകര്യം അപ്പോഴാണല്ലോ ഉണ്ടാവുക. ഞങ്ങളതിന് പോകാറുമില്ല. പക്ഷേ വികസനങ്ങൾ എത്രയോട് വരുന്നുണ്ടെങ്കിൽ അത് അത്ര സന്തോഷം. ഈ MP TM പ്രതാപൻ ഈ പറഞ്ഞ 75 ലക്ഷം രൂപ നമുക്ക് തരാമെന്ന് പറയാനായിട്ടും പിന്നെ എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന് മാറേണ്ടി വന്ന് കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ടായത് ശരിയാണ്. UDFൻ്റെ കാലത്ത് മന്ത്രി ഉണ്ടായിരുന്നു, മറ്റതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അന്ന് പണിതാണ് ആസ്പത്രി കെട്ടിടത്തിൻ്റെ കത്തിപ്പോയ ഒരു ഇതുണ്ടായിരുന്നു. അത് പണിതത് അന്നത്തെ K. കരുണാകരൻ, VN സുധീരൻ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്ന് MLA മന്ത്രിയായിരിക്കുന്ന സമയത്താണ് PA അബൂബക്കർ സാഹിബ് ഉള്ളപ്പോഴാണ് ഈ വളയന്തോട് പാലം PKK ബാവ ഏത് PWD മിനിസ്റ്ററായിരിക്കുമ്പോഴാണ് ഈ പാലം പണിതത്. ആ കാലത്ത് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അന്ന് ചെയ്ത അതിൻ്റെ ഒരു 4-1 ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പിന്നെ രണ്ട് വിഷയമുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ അത് നന്നാക്കി കൊണ്ടുപോകാനല്ല പ്രതിപക്ഷം അന്ന് ചെയ്തിരുന്നത്. അത് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും, അതിന് മാർഗം. ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന് പ്രസിഡന്റ് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹൈക്കോടതി പോയെന്ന് ആ മെമ്പർ പോയിട്ടുണ്ട് വെച്ചെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അയാളെ ഫാമിലിയിൽ നിന്നാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. മറുപടി പറയാം, നമുക്ക് സമയം പരിമിതി കൂടെ കഴിയുകയാണ്. മറുപടി നൽകല്ല,
വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് വൃത്തിയായിട്ട് നടത്താൻ പറ്റുക. അത് തർക്കമില്ല. അത് ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കില്ലല്ലോ. അതിന് ലീഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ലീഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു നിലപാടനുസരിച്ചാണ് ഒരുമുണ്ടാവും. അപ്പോൾ ഭരണസമിതി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് അതിൽ ലീഡ് ചെയ്യുന്ന ആളുകൾ കൃത്യമായി ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് വികസനം നടക്കുക. ഞങ്ങൾക്ക് 13.5 കോടി രൂപയുടെ MLA ഫണ്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച് വെറുതെ ലഭിച്ചതല്ല. ഈ ഭരണസമിതി ആവശ്യകതക്കനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയപ്പോൾ ലഭിച്ചതാണ്. നേരത്തെ ലഭിക്കാതിരുന്നതിൻ്റെ കാരണം ആ നിലക്ക് ഇടപെടാൻ കഴിയാതിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പിന്തുണ ഭരണസമിതി അംഗങ്ങൾ നൽകുമ്പോഴാണ് ഭരണ നേതൃത്വത്തിന് കൃത്യമായ കാര്യനിർവഹണം നടത്താൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് വികസനങ്ങൾ പഞ്ചായത്തിലടക്കം എത്തിച്ചേരാനും കഴിയുള്ളൂ. അതിലെന്തായാലും ഇവിടെ ഇരുകൂട്ടരും ഒത്തൊരുമിച്ച് ഇനിയും പ്രവർത്തിക്കട്ടെ. എന്തായാലും ഈ ഒരു സമയത്തും നമ്മോടൊപ്പം സഹകരിച്ച പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രനൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ശ്രീ ഹൈദരലി എന്നിവർക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി ചർച്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.